ഹലോ, നമുക്കിന്ന് താമരയുടെ ട്യൂബറിൽ നിന്ന് എങ്ങനെയാണ് താമര വളർത്തിയെടുക്കുക എന്നുള്ളത് ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ കാണുന്നതാണ് താമരയുടെ ട്യൂബർ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ താമരയുടെ ട്യൂബറാണ്. അപ്പോൾ ഇന്ന് ഏട്ടൻ വന്ന ദിവസം ഏട്ടൻ ഇതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി എടുക്കാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. കാരണം അത് ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്ന ഈ ഒരു ട്യൂബർ പൊട്ടിപ്പോവാതെ ശ്രദ്ധയോടുകൂടി മാറ്റി എടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഏട്ടൻ, നീയും ഒരെണ്ണം കൊണ്ടുപോയി നോക്ക്, എന്നിട്ട് ഉണ്ടാവുമെന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന്. കൃഷിയുടെ ABCD അറിയാത്ത എന്നോടാണ് ഈ കാര്യം പറഞ്ഞത്. പക്ഷേ എൻ്റെ വീട്ടിൽ അമ്മയും ഹസ്ബൻഡും എല്ലാവരും കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരെണ്ണം കൊണ്ടുപോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന്. അപ്പോൾ ഞാനും ഒരു ചെറിയൊരെണ്ണം ഞാനും എടുത്തു കേട്ടോ. ട്യൂബർ എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്നൊക്കെ ഞാൻ ഏട്ടൻ്റെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കി, എങ്ങനെയാണത് കൃഷി ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, എന്നിട്ടാണ് വീട്ടിലേക്ക് വന്നത് കേട്ടോ. അതിനായി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു വലിയ വട്ടപ്പാത്രമാണ്. അപ്പോൾ അത് ഞാൻ വരുന്ന വഴിക്ക് തന്നെ ഒരു ഷോപ്പിൽ കയറി വാങ്ങിച്ചു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ താമരയുടെ കൃഷി ആരംഭിക്കുകയാണ് കേട്ടോ. കൃഷി, ചെടികൾ, പൂക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിത് കൊണ്ടുവന്ന സമയത്ത് തന്നെ അമ്മയ്ക്ക് നല്ല ഉത്സാഹമായിരുന്നു. അമ്മ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്കതിന് വേണ്ടി ആവശ്യമുള്ളത് മണ്ണ്, ചാണകപ്പൊടി, കുറച്ച് മണൽ പോലത്തെ മണ്ണുകളുമാണ്. അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എന്നിട്ട് ഈ മിശ്രിതം നമുക്ക് വെള്ളം ചേർത്ത് നല്ല ഈ ചളി പോലെ കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഒരു മുകളിലത്തെ ലെയറിൽ വരെ, നമ്മൾ മണ്ണിൻ്റെ തൊട്ട് മുകളിൽ വരെ നമ്മളൊരു വെള്ളം നിറച്ച് വെക്കണം. എന്നിട്ട് ഈ വെള്ളം നിറച്ച് വെച്ച സംഭവം ഒരു വെയിലത്ത് കുറച്ച് നേരം വെക്കുക. ഒരു ദിവസം ഫുള്ളായിട്ട് വെക്കണം. പിറ്റേ ദിവസം മുകളിൽ ഊറി വന്നിരിക്കുന്ന വെള്ളം ഫുള്ളായിട്ട് ഒഴിവാക്കുക. എന്നിട്ട് ആ മണ്ണിലേക്ക് അല്ലെങ്കിൽ ആ ചളി പോലത്തെ അതിലേക്കാണ് നമ്മളെ ട്യൂബർ വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ ട്യൂബർ ആ ചളിയിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് ഒരു ലെയർ, തൊട്ട് മുകളിലൊരു ലെയർ വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് വെള്ളമൊന്നും ഇതിനാവശ്യമില്ല കേട്ടോ. ഞാൻ താമരയുടെ തൈ ഒരു കവറിലിട്ടിട്ടായിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഇങ്ങനെ ഒന്ന് വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇത്രയും വലിയ പാത്രമൊക്കെ വാങ്ങിയിട്ട് സെറ്റ് ആവില്ലേ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഈ ഇലകളൊക്കെ നന്നായിട്ട് വിടർന്ന് വന്നു. മാത്രമല്ല പുതിയ ഇല വരാനും തുടങ്ങി. ഇത് 2 ആഴ്ചത്തെ റിസൾട്ടാണ്. താമര നട്ടതിന് ശേഷമുള്ള 2 ആഴ്ചത്തെ റിസൾട്ടാണ്. അപ്പോൾ പുതിയ ഇലകൾ വന്നു, വലിയ ഇലകളായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇതിന് പൂടി വന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷമാവും. എൻ്റെ ഈ താമര ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടായിട്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം താമരയുടെ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.